അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ചോദിക്കാനിരിക്കുകയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, യാ ഈസാ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ എന്റെ ഉമ്മാനെയും എന്നെയും വിളിക്കണം നിങ്ങൾ എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞതാണോ ഈസാ? ജനങ്ങളോട്, ക്രിസ്ത്യാനികളോട്, ഈ ക്രിസ്ത്യാനി സമൂഹത്തോട് നീ പറഞ്ഞതാണോ? ആ കൂട്ടത്തിൽ ശിയാക്കളോടും ചോദിക്കും അല്ലാഹു തആല. മൊയ്തീൻ ശേഖങ്ങളെ ഹാജരാക്കിയിട്ട്, ഓ മൊഹീദ്ദീൻ, നീയാണോ ഇവരോട് നിന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത്? യാ ഗൗസിയ മൊഹീദ്ദീൻ വിളിക്കാൻ പറഞ്ഞത്? ആ സമയത്ത് ഈസാ നബി പറയുന്ന അതേ മറുപടിയാണ് മൊയ്തീൻ ശേഖം പറയുക. മുസ്ലിം നബി എന്താ പറയാ? ഞാൻ അറിയില്ല അല്ലാഹുവേ, ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് നീ അറിയില്ല, നിന്റെ കിതാബിൽ ഉണ്ടാവുമല്ലോ അല്ലാഹുവേ. ഞാൻ പറഞ്ഞത് മുഴുവൻ റബ്ബി വ റബ്ബുക്കും, ഞാൻ എന്നെ നിങ്ങളെ റബ്ബ് അല്ലാഹു ആണ്, ഫഅ്ബുദു, ആ അല്ലാഹനെ മാത്രമേ വിളിക്കാവുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫലമ്മ തവഫൈതനി, ഞാൻ മരിച്ചതിന്, ഞാൻ എന്റെ ജീവിതം പൂർത്തിയാക്കി ആകാശത്തിലേക്ക് പോയതിന് ശേഷം, ഫകുന്ത അൻത റഖീബ അലൈഹിം, അവരെ നിരീക്ഷിച്ചത് ഞാനല്ലല്ലോ അല്ലാഹുവേ, അവരെ നിരൂപിച്ചത് ഞാനല്ലല്ലോ, അവരെ നോക്കി കണ്ടത് ഞാനല്ലല്ലോ, നീയാണല്ലോ. ഞാൻ പോയതിനു ശേഷം അവരെന്താ ചെയ്തത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലാഹുവേ. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് മദുംതു ഫീഹിം, ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള സമയത്ത് ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കൈവിടും, മൊയ്തീൻ ഖാദി ജീലാനിയും കൈവിടും, റിഫായി ശൈഖ് കൈവിടും, ബദരീങ്ങൾ കൈവിടും, മമ്പത്തങ്ങൾ കൈവിടും, ഉള്ളാത്തങ്ങളും കൈവിടും, എല്ലാ തങ്ങന്മാരും കൈവിട്ടിട്ട് ഒറ്റക്ക് ആരും ഉണ്ടാവില്ല. ആ സമയത്താണ് ശിയാക്കളെല്ലാം അല്ലാഹുവിനോട് പറയുക, ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും ബിനസ്സാലിഹീൻ. അല്ലാഹ്, ഇവന്മാരൊക്കെ കളവ് പറഞ്ഞതായിരുന്നു, ഞങ്ങൾ ഞങ്ങൾ ഉസ്താദുമാര് പറയുമ്പോൾ ഞങ്ങൾ കേട്ടുപോയി, ഞങ്ങൾ ഖത്തീബുമാര് പറയുമ്പോൾ ഞങ്ങൾ കേട്ടുപോയി, അങ്ങനെയാണ് ഞങ്ങൾ കുത്തുബത്തിൽ പങ്കെടുത്തത്, അങ്ങനെയാണ് ഞങ്ങൾ മൗലൂദിലും അത്തീവിലും പങ്കെടുത്തത്. ഇപ്പൊ അവരെല്ലാം ഞങ്ങൾ പറ്റിച്ചു, അവരെല്ലാം ഒഴിവാകുകയാണ്, അവരൊന്നും അറിയില്ല എന്നാ പറയുന്നത്. അല്ലാഹ്, ഞങ്ങൾക്ക് ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയച്ചതാ, കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നന്നായിട്ട് വന്നോളാം. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞ വാക്കെന്താ അറിയോ? മിണ്ടാതിരുന്നു കൊള്ളണം, തലകുത്തി മറിഞ്ഞു കൊള്ളണം, മിണ്ടിപ്പോവാൻ പാടില്ല എന്ന് പറഞ്ഞു. ലാ തുകല്ലിമൂൻ അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, നിങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പാകത്തിന് ഉപദേശകന്മാർ, തൗഹീദിന്റെ പ്രബോധകന്മാർ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലായിരുന്നോ? ഇപ്പോഴാണോ വന്നിട്ട് കരയുന്നത്? മിണ്ടിപ്പോകാൻ പാടില്ലായിരുന്നു. അലം അൽഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾ ശൈത്താനെ അനുസരിച്ചു പോകരുത്. ശൈത്താന്റെ കേന്ദ്രങ്ങളാണ് ജാറങ്ങൾ, മഖാമുകൾ, ശൈത്താന്റെ കേന്ദ്രങ്ങളാണ് റാത്തിബിന്റെയും മുഖത്തിന്റെയും കുത്തുബിയത്തിന്റെയും മഹല്ലിൽ മദീസുകൾ, അവിടുത്തെ കടങ്ങിപ്പോകരുത്. അനിഅ്ബുദൂനി, എന്തുണ്ടെങ്കിൽ എന്നോടേ ചോദിക്കാവൂ. ഹാദാ സിറാത്തുൻ മുസ്തഖീം, അതാണ് ഏറ്റവും നല്ല വഴി, അതാണ് രക്ഷപ്പെടാനുള്ള വഴി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? ഇപ്പോഴാണോ നിങ്ങൾ പ്രയാസം പറയുന്നത്? മിണ്ടിപ്പോവാൻ പാടില്ല. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുരുത്തം കെട്ടവർഗമേ മാറിപ്പോടാ അവിടെ നിന്ന്. യൂദന്മാരോട്, നസാറാക്കളോട്, ശിയാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ വെച്ച് ഈ സമയത്ത് പറയുന്ന വാക്കതാണ്, വംതാസുൽ യൗം, ഇന്നത്തെ ദിവസം മാറിവിടുന്ന എന്റെ മുഖത്ത് കാണാൻ, എന്റെ മുമ്പിൽ കാണാൻ പാടില്ല. അയ്യുഹൽ മുജ്രിമൂൻ, തെമ്മാടികളായ സമൂഹം. മുജ്രിം എന്നതിന്റെ തഫ്സീറിൽ അങ്ങനെയാണ് അർത്ഥം വെച്ചിരിക്കുന്നത്, തെമ്മാടികൾ എന്ന്. അയ്യുഹൽ മുജ്രിമൂൻ, തെമ്മാടികളായ ജനം. ഞാനല്ലാത്ത മുഴുവൻ തങ്ങന്മാരെയും ശൈഖന്മാരെയും പിറകെ നടന്നിട്ട് ഇപ്പം വന്നിട്ട് കരയല്ലേ? അല്ല മഹദിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, നിങ്ങളിൽ നിന്നൊരു വലിയ വിഭാഗത്തെ അവൻ ഇതിനു മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ ഉസ്താദുമാരും ഖത്തീബുമാരും തങ്ങന്മാരും പറയുമ്പോൾ നിങ്ങൾ കേട്ടത്? ഇപ്പോഴാണോ വന്നിട്ട് കരയുന്നത്? പോണവിടുന്ന് എന്ന്. ഇതാണ് വംതാസുൽ യൗമ സൂറത്ത് യാസീൻ. മുഹമ്മദ് ഈ റിസാലത്തിൽ മുഹമ്മദിന്റെ അബദിയ്യത്ത് മനസ്സിലാക്കാൻ നിസ്സാര വിഷയമല്ല. അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് എത്തുന്നു. അവർ അവസാനം മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക് എത്തുന്നു. ഈസാ നബി പറഞ്ഞതനുസരിച്ച് അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കലേക്ക് ഒരു ഇതേ പരാതി പറയുന്നു. അഷ്റഫുൽ ഖൽഖ് പറയുന്ന വിഷയം, ഫഖുൽതു നഅം, ഞാനെന്ന് മറുപടി പറയും, നഅം, ശരി, നോക്കാം. എന്താണ് നിങ്ങൾ ആലോചിച്ചൊക്കെ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. എന്താ കാര്യം? 100% അബദിയ്യത്തിന്റെ പൂർത്തീകരണമാണ് മുഹമ്മദ് മുസ്തഫ. അബദിയ്യത്തിനെതിരായിട്ട് ഒരു വാക്കുപോലും നാളെ ആഖിറത്തിൽ വിചാരണ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ചെയ്യാനില്ല. ഒരു വാക്ക് പോലും ചെയ്യാനില്ല. മറ്റുള്ള നബിമാരെ മുഴുവൻ അല്ലാഹു തആല വിചാരണ ചെയ്യും. അഷ്റഫുൽ ഖൽഖിനെ വിചാരണ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു വിഷയം കിട്ടൂല. ആ പൂർണ്ണതയാണ് ആ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നാം അംഗീകരിക്കണം. എന്നാലേ രണ്ടാമത്തെ ഷഹാദ സഹിയാവുള്ളൂ. മൂന്നാമതായിട്ട് അംഗീകരിക്കേണ്ട വിഷയം നുബുവത്ത് അംഗീകരിക്കണം. നാലാമതായിട്ട് റിസാലത്ത് അംഗീകരിക്കണം. അഞ്ചാമതായിട്ട് ശരീഅത്ത് അംഗീകരിക്കണം. ഇൻഷാ അല്ലാഹ് വളരെ കൃത്യമായിട്ട് നമുക്ക് മുമ്പോട്ട് വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലാഹു തആല അറിവിൽ ഒരുപാട് ബർക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്നെ അനുഗ്രഹിക്കട്ടെ.